ഇനി മുംബൈയുടെ മത്സരം 29-ന് ഗുജറാത്തിനെതിരെയാണ്. ആ മത്സരത്തിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയായിരിക്കും. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയെങ്കിലും അവസാന നിമിഷം വരെ കളിയെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മലയാള സ്പിന്നർ വിഘ്നേഷ് പുത്തൂറാണ്. ഇമ്പാക്ട് പ്ലെയറായി ടീമിലെത്തി വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിച്ചു. 3 ഓവറിൽ 17-3 എന്ന ബെസ്റ്റ് ഫിഗറിൽ ബോൾ എറിഞ്ഞ താരത്തെ 4-ാം ഓവർ എറിയാൻ വന്നപ്പോൾ രജിൻ രവീന്ദ്ര 2 സിക്സറുകൾ പറത്തി. 2 സിക്സും നേടിയത് ക്രീസ് വിട്ടിറങ്ങി ഷോട്ട് കളിച്ചാണ്. ആലപ്പി റിപ്പിൾസിന് വേണ്ടി KPL കളിച്ച വിഘ്നേഷിന്റെ സമയം തെളിഞ്ഞത് രോഹിതിന് പകരം ഇമ്പാക്ട് പ്ലെയറെ ഇറക്കാനുള്ള തീരുമാനത്തോടെയാണ്. സൂര്യകുമാർ യാദവ് യുവതാരങ്ങളെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ വിഘ്നേഷിനെ കളിപ്പിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അവസരം ലഭിച്ചാൽ ഇന്ത്യൻ ടീമിലേക്ക് മികച്ച ഒരു സ്പിന്നറിന്റെ ആഗമനത്തിനാവും സാക്ഷിയാവുക. രാജസ്ഥാൻ ഹൈദരാബാദ് മത്സരത്തിലേക്ക് വന്നാൽ സഞ്ജുവും ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. IPL തന്റെ ആദ്യ മത്സരത്തിൽ ഹാഫ് സെഞ്ചുറി നേടുക എന്ന സഞ്ജുവിന്റെ സ്ഥിരം ശൈലി ഇവിടെയും കാണപ്പെട്ടു. ഹൈദരാബാദിലെ ഫ്ലാറ്റ് വിക്കറ്റിൽ ബൗളർമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു. പക്ഷേ രാജസ്ഥാൻ നിരയിൽ ആർച്ചർ വൻ പരാജയമായി മാറി. ഹൈദരാബാദ് ബാറ്റർ ഇഷാൻ കിഷന്റെ മിഷൻ സക്സസ് ആയി എന്ന് പറയാം. BCCI ആനുവൽ കോൺട്രാക്ട് പോലും പുതുക്കാതെ പുറത്തു കളഞ്ഞ താരം രോഷപ്രകടനം നടത്തിയത് ബാറ്റിലൂടെയാണ്. ഹൈദരാബാദ് 286 എന്ന വലിയ ടോട്ടൽ മുന്നോട്ട് വെച്ചെങ്കിലും പവർ പ്ലേ ഓവറിൽ കൂടുതൽ റൺ നേടാൻ കഴിയാതെ പോയതാണ് രാജസ്ഥാന്റെ തോൽവിക്ക് ഒരു കാരണം. മാത്രവുമല്ല, റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിലെ പരിചയക്കുറവും തന്ത്രങ്ങൾ ഉപദേശിക്കാൻ ജോസ് ബട്ട്ലർ ഇല്ലാതെ പോയതും രാജസ്ഥാൻ നിരയിൽ പ്രതിഫലിച്ചു. ബുധനാഴ്ചയാണ് രാജസ്ഥാന്റെ കൊൽക്കത്തയുമായുള്ള മത്സരം.